കരയാൻ പോലും മറന്നുപോയിട്ട് കരയാൻ മരുന്ന് കഴിച്ചവരുണ്ട്. അതായത് ചെറുപ്പകാലത്ത് അച്ഛനും അമ്മയും അത്ര സ്ട്രിക്റ്റ് ആയിട്ട് വളർത്തിയിട്ട് പെൺകുട്ടി എന്ന് പറഞ്ഞാൽ നിന്നെ ഒരിടത്ത് കല്യാണം കഴിപ്പിച്ച് വിടാനുള്ളതാണ് എന്ന് പറഞ്ഞിട്ട് ഇമോഷൻസ് പോലും, അതായത് കരയുമ്പോൾ വാ പൊത്തി മിണ്ടരുത്, ശബ്ദിക്കരുത്, ഇവിടെ ശബ്ദം കേൾക്കരുത്, ഒരു പെണ്ണിൻ്റെ ശബ്ദം ഈ വീട്ടിൽ കേൾക്കരുത് എന്നൊക്കെ പറഞ്ഞ് റെസ്ട്രിക്റ്റ് ചെയ്ത് വളർത്തിയ പാരൻസ് ആണ്. അങ്ങനെ വലുതായി വരുമ്പോഴും ഉള്ളിൽ എന്തൊക്കെ ഇമോഷൻസ് ഉണ്ടോ അതൊന്നും പുറത്ത് പറയാൻ പറ്റാതെ കരയുന്ന ശബ്ദം പോലും കേൾക്കാതാണ് ആൾ കരഞ്ഞിട്ടുണ്ട്. ഒരു പരിധി കഴിഞ്ഞപ്പോൾ ആൾക്ക് കരയാൻ പറ്റുന്നില്ല. അങ്ങനെ മരുന്നെടുത്തിട്ടും കണ്ണ് നനയാത്തൊരവസ്ഥ. അങ്ങനെയാണ് ഹീലിങ്ങിലേക്ക് വന്നത്. ഫസ്റ്റ് ഹീലിംഗ് എക്സ്പീരിയൻസ് തന്നെ ആൾ കണ്ണ് നിറഞ്ഞ് കരയാണ്. കരഞ്ഞിട്ട് അത്രയും അല്ലേ, ടീയേഴ്സ് ആർ ദ റിവേഴ്സ് ഓഫ് യുവർ ലൈഫ് എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഒഴുകി പോകേണ്ടതൊക്കെ അങ്ങനെ ഒഴുകി പോകണം. കാരണം അതിനോട് നമ്മൾ കരയുകയും ചിരിക്കുകയും ചെയ്യുന്നതിനോടൊപ്പം തന്നെ അവിടെ ഇന്നർ ചൈൽഡ് ഹീലിംഗ് നടക്കുന്നുണ്ട്. നമ്മുടെ ഉള്ളിലെ കുട്ടിയെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് പിടിക്കാനുള്ളൊരു അവസരം അവിടെ നമ്മൾ ഒരുക്കുന്നുണ്ട്. ഇതിൻ്റെ അകത്തുള്ളൊരു സയൻസ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതാണ്, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ആ മുറിവുകളെ, ഇൻസെക്യൂരിറ്റീസിന് ഒരു പ്രോസസ്സ്. കാരണം ഹീലിംഗ് ഈസ് നോട്ട് എ വൺ ടൈം ഈവൻ, ഇറ്റ്സ് എ പ്രോസസ്സ്. അതൊരു പ്രോസസ്സാണ്. ആ പ്രോസസ്സ് ചെയ്ത് ക്ലെൻസ് ചെയ്ത് നമ്മുടെ ഇമോഷൻസ് ക്ലിയർ ആയി കഴിഞ്ഞാൽ നമുക്കൊരു കാര്യം ചെയ്യുന്നതിന് വേണ്ടി, ഒരു ആക്ഷൻ എടുക്കുന്നതിന് വേണ്ടി ഒരു എനർജി നമുക്ക് കിട്ടും.